അവസാനം ഒരാൾ മുസ്ലിമായി ജീവിച്ച് ലാസ്റ്റ് ഇന്ന റജുലം ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ഒരു മനുഷ്യന്റെയും അവൻ സ്വർഗ്ഗക്കാരനായി ജീവിക്കും. സ്വർഗത്തിന് വേണ്ട പണികൾ മുഴുവൻ അവൻ എടുക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവന്റെ മേൽ അവന്റെ കിതാബ് മുൻകടക്കുമെന്നാണ്. എന്നിട്ടോ ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഫയദ്ഖുലുഹാ, അവൻ എന്ത് ചെയ്യും? അവൻ അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും? നരകക്കാരെ പണിയെടുത്തിട്ട് നരകത്തിലേക്കാണ് പോകുന്നതാണ്. അതാണ് ഒരു വിശ്വാസി നമ്മളെ ഏറ്റവും ഭയപ്പെടുത്തേണ്ട ഹദീസാണ്. ഇമാം നബി ഇമാം നബിയുടെ 40 ഹദീസുകൾ കൊടുത്തൊരു ഹദീസാണത്. ഒരു വിശ്വാസി ഏറ്റവും ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ നല്ല അവസ്ഥയിൽ, നമ്മളൊക്കെ നല്ല അവസ്ഥയിലാണ് വിചാരിക്കണ്ടാവും അല്ലേ? നമ്മൾ തൗഹീദുള്ള ആളുകളാണ്, നമുക്ക് നന്മയോട് നല്ല സമീപനമാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പോക്കെയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് ഈ ഹദീസ് വക നൽകുന്നില്ല. എന്താണ്? സ്വർഗത്തിന്റെ പണിയൊക്കെ എടുക്കുന്നതാണ്. എന്നിട്ടോ അവസാനം എന്താണ്? കിതാബ് അവനെ മുൻകടന്നുകൊണ്ട് അവൻ നരകത്തിന്റെ പണിയെടുത്ത് നരകക്കാരനായി മരിച്ചു പോകുന്നതാണ്, നരകത്തിൽ പ്രവേശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന ഇസ്തിഖാമത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം പ്രാർത്ഥിച്ചതായിട്ട് ഹദീസിൽ കാണാൻ പറ്റും. ഇമാം തുർമുദി ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ഒന്നാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, എൻ്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണേ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ചിലപ്പം അത് തെറ്റി ഒരു മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകുകയും ആ അവസ്ഥയിൽ നമ്മൾ മരണപ്പെടുകയും ചെയ്താൽ സഹോദരങ്ങളെ, ഇത്ര കാലം നമ്മൾ പണിയെടുത്തതൊക്കെ വെറുതാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പാപം പോലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാപത്തിന് പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, തെറ്റുകൾ മനുഷ്യർ പല രൂപത്തിലും വരും. പക്ഷേ സഹോദരങ്ങളെ, അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ, തൗബ ചെയ്യാൻ, നന്മകളിൽ മുന്നേറാനുള്ള മാനസികാവസ്ഥ, തെറ്റിനോടുള്ള സമീപനം അതൊക്കെ എല്ലാവരും ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ? അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ന്യായമല്ല. അത് എക്കാലത്തും അള്ളാഹുവും റസൂലും തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ടോ? ഹറാമ് എന്നും ഹറാമാണ്, അതെവിടെയും ഹറാമാണ്. അത് ഹലാലാകുന്ന സാഹചര്യങ്ങളുണ്ടാവും, പക്ഷേ സഹോദരങ്ങളെ, അതിൻ്റെ നിലപാട് എന്നുള്ളത് അത് ഹറാമു തന്നെയാണ് അല്ലേ?